ഹായ് ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം രജനി. ഞാൻ 2 ദിവസമായിട്ട് ചേട്ടൻ്റെ വീട്ടിലായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുക അച്ഛനെ കാണാൻ. അവിടെ പിന്നെ റേഷൻ കടയിൽ പോകണം, അവിടെ എന്തോ പഞ്ച് ചെയ്യണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അച്ഛൻ അവിടെ ഒറ്റയ്ക്കാണ്ട് അച്ഛന് ചോറും ഒക്കെ കെട്ടിയാണ് പോകുന്നത്. ബാക്കി കാണാം, അവിടെ കാണാം. കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും ചമ്മന്തിയും പൊരിച്ച മീനും ഒക്കെ കിട്ടി. അച്ഛന് പൊതിച്ചോറ് കിട്ടി. ഹലോ, നിന്ന് നെയിൽ പോളിഷ് ഇടുന്നു. അങ്ങനെ ഞങ്ങൾ ആറയൂരെത്തി. ആദ്യം പോയത് സ്കൂളിൻ്റെ ഓപ്പോസിറ്റുള്ള റേഷൻ കടയിലായിരുന്നു. അവിടെ ഒന്ന് പഞ്ച് ചെയ്യണമായിരുന്നു. നമ്മുടെ സൈറ്റ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് സൈറ്റാണ്. ഈ സൈറ്റിൽ നിന്ന് ഇപോസ് മെഷീൻ മാത്രം വരൂ. പിന്നെ അല്ലെങ്കിൽ വേറെ ഒന്നും ഉണ്ട്, നമുക്ക് ഫേസ് ഐഡിയ ഇല്ല. ഞായറാഴ്ച ദിവസം മാത്രമേ വാങ്ങിക്കുള്ളൂ. അപ്പൊ അവര് പറയും നിങ്ങളെ വീട്ടിൽ നിന്ന് ഭയങ്കര മണം വരുന്നത്, എങ്ങനെയാണ് വെക്കണേ അതൊക്കെ ഒന്ന് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ എടുത്ത് ടൈല മീൻ കറി വെക്കുന്നത് കൊഞ്ച്. പിന്നെ റേഷൻ കടയിൽ ആവശ്യവും കഴിഞ്ഞ് അവരോട് യൂട്യൂബ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ സ്കൂളിലേക്ക് നോക്കി. ഗവൺമെൻറ് LVHS ആറയൂർ സ്കൂൾ, ഇവിടെയാണ് ഞാൻ പഠിച്ചത്. ഒരുപാട് മാറിപ്പോയിട്ടുണ്ടായിരുന്നു സ്കൂള്. പിന്നെ എൻ്റെ എറണാകുളത്തെ മാമൻ്റെ സഹോദരിമാർ ഇവിടെ താമസമുണ്ട്. അവരെയും കൂടെ കണ്ടിട്ട് പോകാമെന്ന് കരുതി ഞാൻ അങ്ങോട്ട് തിരിച്ചു. എവിടെയമ്മ കൊണ്ടുപോണേ? എവിടെ കൊണ്ടുപോണേ? കൂടെയാണ് സ്കൂളിൽ പഠിക്കാൻ പറഞ്ഞേ. സത്യം പറ, സ്കൂളിൽ വരും. എന്നെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോണല്ലേ ഈ കുഞ്ഞു വഴി കൂടെയാ? അപ്പൊ ഇവിടെ മതിലൊന്നും ഇത് ട്യൂട്ടോറിയ ആയിരുന്നു. ഓക്കെ ഓക്കെ. നഴ്സറിയാ? ഓ, അതമ്മേരെ നഴ്സറിയാ? ഞാൻ പഠിച്ച നഴ്സറി. ഫോട്ടോ അല്ല, യൂട്യൂബിൽ വരും. യൂട്യൂബില് ഓഫ് ചെയ്തിട്ട് അച്ഛനെ കണ്ടി. നമ്മളെല്ലാവരും കൂടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഒരുപാട് വർഷങ്ങളായി ഞങ്ങളെല്ലാവരും ഇരുന്ന് ചേർന്ന് കണ്ടിട്ട്. അങ്ങനെ അവിടുത്തെ ചേച്ചി, ലേഖ ചേച്ചി ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചിയുടെ ജ്യൂസ് കുടിച്ച് ചക്ക വേണമെന്ന് ചോദിച്ചു. ഞാൻ പോന്ന് പറഞ്ഞു കേട്ടപാടെ. പിന്നെ ചക്കയും തന്ന് കൊണ്ടുപോകാം. അതെല്ലാം കൂടെ വാങ്ങിച്ചിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് യാത്രയായി. അച്ഛാന്ന് വിളിച്ചുകൊണ്ട് പോയതല്ലാതെ അവിടെ ആരെയും കാണാനില്ലായിരുന്നു. പിന്നെ ഞാൻ തന്നെ തുറന്നകത്തോട്ട് കയറി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വന്നതാണ്. അമ്മയില്ലാത്ത വീടിൻ്റെ ആ ഒരു അവസ്ഥ കാണേണ്ടത് തന്നെയായിരുന്നു. വല്ലാത്ത സങ്കടം തോന്നി എൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ. ഹലോ ഗായ്സ്, അപ്പം ഇത് നിങ്ങളുടെ സ്വന്തം രജനിയുടെ സ്വന്തം അച്ഛൻ. പറ അപ്പം പറ, എൻ്റെ മോളെ ചാനലാണെന്ന് പറ. എൻ്റെ ഞാൻ കൊച്ചുമോളാണ്. എൻ്റെ കൊച്ചുമോളാണ്. എൻ്റെ മോളെ ചാനലാണ്. എൻ്റെ മോളുടെ മോളാണ്, എൻ്റെ കുഞ്ഞു മോളാണ്. ഇവിടെ നല്ല ഇതായിട്ട് പഠിച്ച് നല്ലതായിട്ട് വരാൻ ഞാൻ എപ്പോഴും പറയും. അത് കേൾക്കുന്നുണ്ട്, എപ്പോഴും പറയുന്നുണ്ട്. പഠിക്കണം, നന്നായിട്ട് പഠിക്കണം, പഠിച്ച് നല്ല കുട്ടിയാണ്, നല്ലതായിട്ട് വേണം, ഹയസ്റ്റ് മാർക്ക് കൊണ്ട് പഠിക്കാൻ ജോലി കരസ്ഥമാക്കണം. ഇതെല്ലാം ഞാൻ പറയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഫോണിലൂടെ വിളിച്ച് പറഞ്ഞിട്ടേ ഇരിക്കും. പിന്നെ ഞങ്ങൾ പോയത് ശ്രീകുട്ടൻ്റെ വീട്ടിലേക്ക്. എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോനാണ്. 2 പേരുണ്ട്, വിപിനും ശ്രീകുട്ടനും. ഒരാൾ ബാംഗ്ലൂരിലുണ്ട്, ഒരാൾ ഇവിടെ പോലീസിലാണ്. പിന്നെ ഞങ്ങളുടെ കുറച്ച് കടയിൽ കയറി സാധനമൊക്കെ വാങ്ങിയിട്ട് അങ്ങോട്ട് പോയ കടയിൽ കുഞ്ഞമ്മയും കുഞ്ഞിച്ചനും കൂടെ ഞങ്ങൾ പോണത് നോക്കി നിൽക്കുകയായിരുന്നു. എന്നെ ക്യാമറ കണ്ടത് ഓടാൻ തുടങ്ങി അവരെല്ലാം. ഇതാണ് എൻ്റെ കുഞ്ഞമ്മ, അമ്മയുടെ അനിയത്തി. ശ്രീകുട്ടൻ്റെ വീട്ടിലോട്ട് നമ്മൾ വന്നതാണ്. എൻ്റെ അമ്മ ആദ്യം മുതൽ അവസാനം വരെയുള്ള സമയം വരെ നോക്കിയതാണ് കുഞ്ഞമ്മ. ഇല്ല, കരയണില്ല. പിന്നെ അമ്മ ഞാൻ ഇല്ലാത്തതിൻ്റെ കുറവെല്ലാം നിലനിർത്തിയത് കുഞ്ഞമ്മയാണ്. അതുകൊണ്ട് കുഞ്ഞമ്മയെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. പിന്നെ അടുത്ത് തന്നെയായിരുന്നു കൊച്ചിച്ചൻ്റെ സഹോദരിയുടെ വീടും. അവിടുത്തെ മാമ മരിച്ച് 41 അങ്ങനെ സദ്യ കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് നാളായി സദ്യയൊക്കെ കഴിച്ചിട്ട് നല്ല ആസ്വദിച്ച് കഴിച്ചു. പിന്നെ അവിടെ ഇരുന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് അവിടുത്തെ മാമിയും മാമിയുടെ മരുമക്കളും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു, കൊച്ചുമക്കളും ഒക്കെ. അവരോടെയൊക്കെ സംസാരിച്ച് എല്ലാവരോടും കുറച്ച് നേരം, ഒരുപാട് വർഷമായി എല്ലാവരെയൊക്കെ ഒന്ന് കണ്ടിട്ട്. പിന്നെ എൻ്റെ മോള് സദ്യ വെജൊന്നും കഴിക്കാത്തതുകൊണ്ട് കുഞ്ഞമ്മ ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞ് അതൊക്കെ കാണുന്നത്.
ദൈവമേ, നിന്റെ അമ്മ മടലോടെ കടിച്ചിരുന്നത് ആ പെണ്ണെടുത്ത് വെച്ചേക്കുന്നത് ആരെങ്കിലും ഇതൊക്കെ വേണം കാണിക്കാം. മടല് മറ്റേ മെനഞ്ഞാൻ ചൂട്ടും കൊണ്ട് നടക്കുന്നത്. പിന്നെ ചക്കയൊക്കെ കഴിഞ്ഞിട്ട് അവരോട് യാത്രയൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി. പിന്നെ നമ്മളിതാ തിരിച്ച് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് തിരിച്ചതാ ഇവിടെ എത്തി, അമ്മേരെ വീട്ടിലെത്തി. പോയ പോലെയല്ല, ഒരുപാട് ടയേർഡായി തിരിച്ചെത്തിയിരിക്കുന്നു. കുറച്ച് മീനും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഇനി പോയിട്ട് മീനൊക്കെ വയ്ക്കണം. ഇവിടെയൊക്കെ മീനൊക്കെ ഭയങ്കര വിലക്കുറവാണ്. അങ്ങനെ തിരിച്ചെത്തി. ബാംഗ്ലൂരിൽ മീനിൻ്റെ ദാരിദ്ര്യം അറിഞ്ഞ് ഞാൻ നാട്ടിൽ പോയി മീൻ കണ്ടപ്പോൾ അന്തവും ഇല്ല കുന്തവും ഇല്ലാത്ത മട്ടായി. പിന്നെ കുറേ മീനൊക്കെ വാങ്ങി എല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്ത്. ഇത് നാട്ടിലൊരു രീതിയാണ് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത്. ഞങ്ങൾ ബാംഗ്ലൂരൊക്കെ ഇങ്ങനെ കത്രിക വെച്ച് കട്ട് ചെയ്തൊക്കെ എടുക്കൽ. നാട്ടിൽ പോയി ഇങ്ങനെ വിസ്താരത്തിലിരുന്ന് നല്ലവണ്ണം കട്ട് ചെയ്തെടുക്കുക. ഇതെല്ലാം നോക്കിക്കണ്ട് എൻ്റെ അമ്മായിയമ്മ നോക്കിക്കൊണ്ട് നിൽപ്പായിരുന്നു. അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ മീനെല്ലാം വേഗം വച്ചു, ചക്ക വച്ചു. ഇതെല്ലാം കൂടെ കൂട്ടിയൊരു കഴിപ്പും കഴിച്ചു. ചക്ക ഒരുപാട് വർഷങ്ങളായി ചക്ക കഴിച്ചിട്ട്. അപ്പോൾ ചക്കയെന്ന് കേൾക്കുമ്പോഴേ എനിക്ക് കൊതിയാണ്. എങ്ങനെ ചക്കക്കറി വെച്ചാലും ഞാൻ കഴിക്കും. പിന്നെ സഹോദരിയുടെ മോനുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ചക്കയും മീനും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഫുള്ള് ഫുഡ് കഴിച്ചു. അമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തോ ആക്രാന്തമാണടി ഇങ്ങനെയെന്ന്. അതൊക്കെ ചക്ക ഉള്ളപ്പോൾ നമുക്ക് വേണ്ട. ഇപ്പം ചക്ക കിട്ടാതിരുന്നപ്പോൾ ഇതൊക്കെ കൊതിയായി കഴിക്കാൻ. പറയുകയാണെങ്കിൽ 22 വയസ്സായ പയ്യൻ ജോലിക്ക് പോവേണ്ട സമയത്ത് കൊടിയും പിടിച്ചുകൊണ്ട് കിടക്കണവൻ. അതിൻ്റെ ഓപ്പൺ ചെയ്ത് കാണിട്ട് അത് എന്തോന്നാണെന്ന് വായിക്കട്ടെ. ABVP ആ. അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത്. പിന്നെ ഞങ്ങൾ വേപ്പ് വെട്ടാൻ ഇറങ്ങി. വന്നത് മുതൽ അമ്മ പറയുന്നുണ്ടായിരുന്നു വേപ്പ് വെട്ടടി കൊണ്ട വെട്ടടി എന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു ഞാനും സച്ചുവും കൂടെ വേപ്പ് വെട്ടാൻ ഇറങ്ങി. ഇരിക്കണ കൊമ്പ് വെട്ടണമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായിരുന്നു ഇവിടെ നടന്നത്. അവൻ വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ അതിൻ്റെ കൊണ്ട പിടിച്ച് വലിച്ചു. കൊണ്ട എല്ലാം കൂടെ കഷ്ണത്തോടെ വന്ന് എൻ്റെ തലയിൽ തന്നെ വന്ന് വീഴുന്നു. ഇത് കണ്ട് മോള് ഭയങ്കര ചിരിയായി. പിന്നെ ഞാൻ ആ കഥയൊക്കെ എല്ലാവർക്കും അവിടെ പറഞ്ഞു കൊടുത്ത് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാട്ടിലാണെങ്കിൽ വേപ്പിന് അധികം വിലയില്ല. ബാംഗ്ലൂരാണെങ്കിൽ ഭയങ്കര വില. ഒരു കൊണ്ടയ്ക്ക് തന്നെ ഒരു കെട്ടിന് തന്നെ 10 രൂപ 20 രൂപ എന്ന കണക്കിനാണ് ഇവിടെ വാങ്ങൽ ആൾക്കാരെല്ലാം. നമ്മുടെ നാട്ടിൽ വേപ്പിനൊന്നും ഒരു വിലയും ഇല്ല. നാട്ടിൽ പോയ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു ജോലികൾ ചെയ്യലാണ് എൻ്റെ വേല. അതിന് മാത്രമേ സമയം കിട്ടാറുള്ളൂ. വേറെ പുറത്ത് പോകാനൊന്നും എനിക്ക് സമയം കിട്ടാറില്ല. പിന്നെ ഞങ്ങൾ കിണറൊക്കെ ഒന്ന് വൃത്തിയാക്കി. എപ്പോഴെങ്കിലും പോകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കിണറെല്ലാം വൃത്തിയാക്കി ഒന്ന് വെള്ളമെല്ലാം കോരി ഞാനും അവനും കൂടെ ജോലി ചെയ്തു. പിന്നെ അമ്മയ്ക്ക് ചൂട്ട് വെട്ടണമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് വിറവിൻ്റെ ആളാണ് അമ്മ എല്ലാം അടുപ്പിൽ വെച്ച് ചെയ്യുള്ളൂ. അതുകൊണ്ട് പിന്നെ കുറേ വിറവെല്ലാം അങ്ങ് വെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വിറവെല്ലാം വെട്ടി എല്ലാം ഒതുക്കി ക്ലീനാക്കി വിറവ് വരയിൽ തന്നെ ആക്കി വെച്ച് കൊടുത്തു അമ്മയ്ക്ക്. അപ്പോൾ ഇതായിരുന്നു സെക്കൻഡ് ഡേ ഞാൻ വീട്ടിൽ പോയപ്പോൾ എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.